Praise the Lord. Stotram, 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 stotram. Hallelujah. Stotram, 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 stotram. Hallelujah. Stotram, 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 stotram. Stotram, 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 stotram. Hallelujah. Mahatam, 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 Mahatam. ഉണ്ടാകട്ടെ. ഇന്ന് ഈ സന്ധ്യയെങ്കിൽ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാൻ പ്രാർത്ഥനാ ധ്വനി എന്ന പേജിലൂടെ ദൈവവചനവുമായി നിങ്ങളുടെ മുമ്പിൽ നിൽപ്പാൻ തക്കവണ്ണം സ്വർഗ്ഗത്തിലെ ദൈവം തന്നെ നല്ല അവസരത്തിനായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. കർത്താവിനെ വാഴ്ത്തുന്നു. പ്രത്യേകാൽ ഇന്നത്തെ ഈ മീറ്റിങ്ങിലേക്ക് എന്നെ സ്വാഗതം ചെയ്ത കർത്താവിൻ്റെ വിലയേദാസൻ പാസ്റ്റർ ബെൻസൺ പിദാനിയേൽ, തൻ്റെ കുടുംബം, അവരുള്ള നന്ദി ഞാൻ ഈ തരുണത്തിൽ അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ പ്രാർത്ഥനാ ധ്വനി എന്ന ഈ പേജിലൂടെ അല്ലെങ്കിൽ പേജിൻ്റെതായ എല്ലാ കാര്യങ്ങളിലും ചേർന്ന് നിന്ന് തൻ്റെ ദാസനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ദൈവവേലയിൽ വളരെ ശക്തമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന എല്ലാ നല്ല സഹോദരി സഹോദരന്മാർക്കും ദൈവജനങ്ങൾക്കുമൊക്കെ ഞാൻ ഈ തരുണത്തിൽ സ്വാഗതം അറിയിക്കുന്നതോടൊപ്പം തന്നെ അവരോടുള്ള നന്ദിയെയും ദൈവനാമത്തിലുള്ള സ്നേഹവന്ദനത്തെയും ഞാൻ അറിയിക്കുകയാണ്. ഹല്ലേലൂയ. Praise the Lord. സ്തോത്രം. കഴിഞ്ഞ ഒരു മാസത്തോളം തന്നെ വിവിധ വിഷയങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കുന്നു. എന്നാൽ തന്നെയും കഴിഞ്ഞൊരു മാസം പുതിയ സൃഷ്ടി എന്ന ഒരു വിഷയത്തെ ആസ്പദമാക്കി, ന്യൂ ക്രിയേഷൻ എന്ന വിഷയത്തെ ആസ്പദമാക്കി ദൈവവചനത്തിൽ നിന്ന് അനേക ദൈവദാസന്മാരിലൂടെയൊക്കെ ദൈവവചനങ്ങൾ കേൾപ്പാൻ, അല്ലെങ്കിൽ അനേക ചിന്തകളൊക്കെ കേൾക്കുവാൻ സ്വർഗ്ഗത്തിലെ ദൈവം ഈ പേജിലൂടെ കർത്താവിൻ്റെ ജനത്തിന് സാധിച്ചുകൊണ്ടിരിക്കുന്നു എന്നതിൽ ഞാൻ വളരെ സന്തുഷ്ടനാണ്. ഈ അവസരത്തിൽ എനിക്കും ഈ വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് സംസാരിപ്പാൻ സ്വർഗ്ഗത്തിലെ ദൈവം നന്നായി നല്ല ഒരു സമയത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഒരു ചിന്തയെക്കുറിച്ചുള്ള, അല്ലെങ്കിൽ ഈ ഒരു വിഷയത്തെക്കുറിച്ച് അനേകർ ഈ പ്ലാറ്റ്ഫോമിലൂടെ സംസാരിച്ച അനേകരുടെ സന്ദേശങ്ങൾ ഞാൻ ഒന്ന് നോക്കുവാൻ ഇടവന്നു. അതെല്ലാം ഞാൻ കേൾക്കുവാൻ ഇടയായ സമയങ്ങളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശക്തമായ ദൈവദാസന്മാരിലൂടെ, അല്ലെങ്കിൽ ആ ശുശ്രൂഷകളിലൂടെ ഒക്കെ നമ്മളോട് സംസാരിച്ചു. ഒരു പുതിയ സൃഷ്ടി എന്താണെന്നും ഒരു പുതിയ സൃഷ്ടി എങ്ങനെയാണെന്നും ഉള്ളതിനെക്കുറിച്ചൊക്കെ, എങ്ങനെയാകുന്നു, എന്തിനാൽ അങ്ങനെയായി മാറും, എങ്ങനെ അതിൽ ജീവിപ്പാൻ ഇടവരും എന്നൊക്കെ ഉള്ള ചിന്തകളൊക്കെ നമുക്ക് കേൾപ്പാൻ ഇടയായി. ഇനി ഉള്ള ഈ ഒരു അവസാന ദിവസം, ഈ മാസത്തിൻ്റെ അവസാന ദിവസമാണല്ലോ ഇന്നേ ദിവസം, അതിനെ ആസ്പദമാക്കി തന്നെ നിന്നുകൊണ്ട് ഞാൻ ചില വിഷയങ്ങൾ സംസാരിപ്പാനായി ദൈവനാമത്തിൽ ശരണപ്പെടുകയാണ്. പുതിയ സൃഷ്ടി എന്ന് പറയുമ്പോൾ തന്നെ ഉടനെ തന്നെ നമ്മുടെ ചിന്തയിലേക്ക് ഓടി വരുന്ന ഒരു വചനം എന്ന് പറഞ്ഞാൽ 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായം 17-ാം വാക്യം തന്നെയാണ്.
ഞാൻ നോക്കിയപ്പോൾ അനേക ദൈവദാസന്മാരും ആ സബ്ജക്റ്റിൽ അല്ലെങ്കിൽ ആ ഒരു വാക്യത്തിൽ നിന്നുകൊണ്ട് തന്നെ സംസാരിപ്പാൻ ഇടയായി. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു എന്ന ഒരു വാക്യം അല്ലെങ്കിൽ ആ ഒരു വേദ ഭാഗം വെച്ച്, പൗലോസ് എഴുതിയ ഈ വേദഭാഗം വെച്ച് നമുക്ക് പറയുവാനായിട്ട് അല്ലെങ്കിൽ അനേകർ സംസാരിച്ചത്, ദൈവനാമത്തിൽ സംസാരിച്ചത് കേൾപ്പാൻ ഇടയായി. ഹല്ലേലൂയ. നല്ല ചിന്തകളൊക്കെ ദൈവം തരുവാൻ ഇടവന്നു. നല്ലതായ ചിന്തകൾ, അനേക വ്യത്യസ്തമായ ചിന്തകളൊക്കെ ഈ ഒരു വാക്യത്തിൽ നിന്നുകൊണ്ട് അനേകരും സംസാരിച്ചു. ദൈവം അവരെയൊക്കെ ആശീർവദിക്കട്ടെ. നമ്മുടെ ജീവിതത്തിന് അത് ഏറ്റവും ഫലപ്രദമായ ഒന്നായി തന്നെ മാറുന്നു എന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുകയാണ്. എന്നാൽ ഇന്ന് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം എന്നുള്ളത് 1 യോഹന്നാൻ 3-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യമാണ്. 1 യോഹന്നാൻ 3-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യമാണ് ഞാൻ ഇന്ന് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇങ്ങനെ വായിക്കുന്നു: ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല, അവന്റെ വിത്ത് അവനിൽ വസിക്കുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചതിനാൽ അവന് പാപം ചെയ്യുവാൻ കഴിയുകയില്ല. ഞാൻ ഒരിക്കൽ കൂടെ വായിക്കാം. 1 യോഹന്നാൻ 3-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യം. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല, അവന്റെ വിത്ത് അവനിൽ വസിക്കുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചതിനാൽ അവന് പാപം ചെയ്യുവാൻ കഴിയുകയുമില്ല. നമുക്ക് ഒരു നിമിഷം ഈ വാക്യത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് ഒന്ന് പ്രാർത്ഥിപ്പാനിടയാകട്ടെ. ഞങ്ങളുടെ നല്ല കർത്താവെ, ഞങ്ങളുടെ സന്നിധിയിലേക്ക് അടിയങ്ങൾ കടന്നു വരുന്നു. ഇന്ന് രാത്രിയിൽ കർത്താവിന്റെ സന്നിധിയിൽ അടിയങ്ങൾക്ക് ഒരുമിച്ച് തലവണക്കുവാൻ തന്ന ഈ നല്ല അവസരത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവെ, ഈ വചനം കർത്താവെ ഞങ്ങളുടെ മുമ്പിൽ അങ്ങ് ശക്തമായി ഞങ്ങളുടെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്താൽ നിറച്ച് കർത്താവെ ഞങ്ങൾക്ക് വിഭാജിച്ച് തെരുമാറാകണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അടിയൻ കർത്താവിന്റെ കരങ്ങളിലേക്ക് അടിയനെ ഏൽപ്പിക്കുന്നു. കർത്താവെ, അടിയന്റെ നാവിനോട് കൂടെ അങ്ങിരിക്കണമേ. കർത്താവെ, അങ്ങരാത്മാവ് ശക്തമായി ഞങ്ങളുടെ മധ്യേ കർത്താവെ അത് പരിവർത്തിപ്പാൻ ഇടയാകണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങളെ കർത്താവെ ശോധന ചെയ്യുവാനും ദൈവസന്നിധിയിൽ കർത്താവെ ഞങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കുവാനും ഇത് കാരണമാകണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപ ഞങ്ങളോടെല്ലാം കൂടിയിരിക്കണം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഞാൻ ആദ്യമേ പറഞ്ഞു, 2 കൊരിന്ത്യർ ലേഖനം അതിൻ്റെ 5-ാം അധ്യായം 17-ാം വാക്യത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ആ കാര്യങ്ങളൊക്കെയും ശ്രദ്ധിച്ച് അനേക ദൈവദാസന്മാരെ ശ്രദ്ധിച്ചതാണ് വചനങ്ങൾ. ഞാൻ ഒരിക്കൽ കൂടെ വായിക്കാം. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞു പോയി, ഇതാ അത് പുതിയതായി തീർന്നിരിക്കുന്നു എന്നുള്ള വാക്യം വായിച്ച് നമ്മൾ അതിൽ നിന്നൊക്കെയും ചിന്തിച്ചു, കേൾപ്പാൻ ഇട വന്നു. എന്താണ് പുതിയ സൃഷ്ടി? ആരാണ് പുതിയ സൃഷ്ടി? എങ്ങനെയാണ് അവൻ പുതിയ സൃഷ്ടിയായി മാറുന്നത് എന്നൊക്കെ നമ്മൾ കേട്ടു. ക്രിസ്തുവിലാകുന്ന അല്ലെങ്കിൽ യേശു ക്രിസ്തുവിനെ സ്വീകരിച്ച് ആ യേശു ക്രിസ്തുവിന്റെ ജീവനെ അല്ലെങ്കിൽ താൻ അർപ്പിച്ച ജീവൻ അത് സ്വീകരിക്കുന്ന അല്ലെങ്കിൽ അതിൽ ആ ഒരു ജീവൻ നൽകി കൊടുത്തത് അവൻ നമ്മുടെയൊക്കെയും പാപപരിഹാരത്തിനാണെന്നും അവൻ ഉയർത്തെഴുന്നേറ്റ് ഇപ്പോൾ കർത്താവ് ദൈവമായവൻ പിതാവായവന്റെ വലതുഭാഗത്ത് ഇരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ആ യേശു ക്രിസ്തുവിൽ ആകുന്ന അവനെ സ്വീകരിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് നാം യേശു ക്രിസ്തുവിനെ സ്വീകരിച്ചു എങ്കിൽ നാം പുതിയ സൃഷ്ടിയായി മാറുന്നു. പഴയതെല്ലാം കഴിഞ്ഞു പോകുകയാണ് എന്ന് പറയുന്ന ഒരു വാക്യം, നല്ല ഒരു വേദഭാഗം തന്നെ. പൗലോസ്, അപ്പോസ്തലനായ പൗലോസ് വളരെ ശക്തമായും വളരെ സിമ്പിളായി അല്ലെങ്കിൽ വളരെ സാധാരണമായി എഴുതി വെച്ച ഒരു വാക്യം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയുവാൻ കഴിയുന്ന ഒരു ഭാഗമാണ്. എന്താണ് ഈ ക്രിസ്തുവിലാകുക എന്ന് പറഞ്ഞാൽ പുതിയ സൃഷ്ടിയാകുക എന്നൊക്കെയും നമ്മൾ കേൾപ്പാൻ ഇടവന്നു. എന്നാൽ ഇന്ന് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് 1 യോഹന്നാൻ അതിൻ്റെ 3-ാം അധ്യായം 9-ാം വാക്യത്തിൽ നിന്നാണ്. ഹല്ലേലൂയ. എങ്ങനെ ആണ് നാം ക്രിസ്തീയ വിശ്വാസ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മളൊരു പുതിയ സൃഷ്ടിയായി മാറുവാൻ ഇടയാകുന്നത് എന്ന് പറയുമ്പോൾ തന്നെ ഈ പുതിയ സൃഷ്ടിയാകുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ആകെ മൊത്തത്തെ മുഴുവനുമായി ഒരു മാറ്റം സംഭവിക്കുന്ന ഒരവസ്ഥയെക്കുറിച്ച് നമുക്ക് പറയാൻ സാധിക്കും. ഒരു പുതിയ വ്യക്തിയായി മാറിയെന്നൊക്കെ ചില വ്യക്തി ജീവിതങ്ങളെയൊക്കെ നമ്മൾ നോക്കുമ്പോൾ നാട് വിറപ്പിച്ച ചില വ്യക്തി ജീവിതങ്ങളൊക്കെ കാണും. അപ്പോൾ അവരൊക്കെ കുറേ നാളുകൾക്ക് ശേഷം അവരുടെ ആ ശൈലിയൊക്കെ വിട്ടു, അല്ലെങ്കിൽ അവർ എന്തെങ്കിലും ഒരു അവസ്ഥയിലൂടെ കടന്നുപോയി അവർ ആ ജീവിതം എല്ലാം വിട്ട് കഴിയുമ്പോൾ കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ പറയും ആ വ്യക്തി പൂർണ്ണമായി മാറിപ്പോയി, പണ്ടത്തെ പോലെയൊന്നുമല്ല, പണ്ട് ഈ നാടിനെ വിറപ്പിച്ചവനായിരുന്നു, എന്നാൽ ഇപ്പോൾ പൂച്ചയെ പോലെയായി എന്നൊക്കെ പറയുന്ന അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ ചിലരെ കുറിച്ചൊക്കെ പറയാറുണ്ട്. എന്നാൽ ക്രിസ്തീയ ജീവിതത്തിൽ ഒരു പുതിയ സൃഷ്ടിയാകുക എന്ന് പറഞ്ഞാൽ പുറമേ മാത്രമോ അകം ഉള്ള ഒരു മാറ്റത്തെക്കുറിച്ച് അല്ല പറയുന്നത്. നമ്മുടെ ആകെ മൊത്തം പഴയത് എന്നുള്ളത് തീർത്തും ഇല്ലാതായി മാറുന്ന ഒരവസ്ഥ.
അപ്പോൾ ചോദിക്കും, സാധാരണ മനുഷ്യർക്കും അത് തന്നെയല്ലേ? അല്ല. കാരണം അവർക്ക് എപ്പോൾ വേണമെങ്കിലും ആ സ്വഭാവം പുറത്തു വരും, എന്നെങ്കിലും ഒരിക്കൽ ആ സ്വഭാവം പുറത്തു വരും. എന്നാൽ ക്രിസ്തുവിലാകുന്ന ഒരുവൻ ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിലേക്ക് മാറുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ അവൻ്റെ ഒരു നേച്ചറിലേക്ക് മാറുന്ന ഒരവസ്ഥയിലേക്ക് എത്തും. അതിനെയാണ് പുതിയ സൃഷ്ടി എന്നുള്ള ആ അവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ ആ ഒരു പുതിയ സൃഷ്ടി എന്നുള്ള പുതിയ ഒരു ഒരു ക്രിയേഷനായി മാറുവാൻ ഇടവരുന്നത് ഒരു ക്രിസ്തീയ വിശ്വാസിയെ സംബന്ധിച്ച്. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്നിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്, ഒരു പുതിയ സൃഷ്ടിയാകുമ്പോൾ അവനിൽ, അല്ലെങ്കിൽ ആ ഒരു ദൈവ പൈതലായി മാറുന്ന, അല്ലെങ്കിൽ ഒരു ക്രിസ്തീയ വിശ്വാസത്തിൽ വന്ന് യേശുക്രിസ്തുവിനെ സ്വീകരിച്ചത് മുഖാന്തരം ഒരു പുതിയ സൃഷ്ടിയായി മാറുന്ന, അല്ലെങ്കിൽ എങ്ങനെ മാറിയാൽ ആ വ്യക്തിയിൽ ഉണ്ടാകുന്നതുമായ ചില വസ്തുതകളെ ഒന്ന് വരച്ച് കാണിപ്പാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഒന്നാമതായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഒരു പുതിയ സൃഷ്ടിയാകുന്ന മനുഷ്യൻ, അവനിൽ ഒരു പുതിയ സ്വഭാവം ദൈവം നൽകുവാനിടവരും. എ ന്യൂ നേച്ചർ ഫോർ എ ന്യൂ ക്രിയേറ്റഡ് പേഴ്സൺ എന്ന് പറയാം. ഒരു പുതിയ സൃഷ്ടിയാകുന്ന മനുഷ്യനിൽ ദൈവം ഒരു പുതിയ സ്വഭാവത്തെ തരുവാനിടവരുമെന്നാണ് ഇവിടെ കാണുവാനിടവരുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ വായിച്ച ആ കുറിവാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, അവന്റെ വിത്ത് അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നമുക്കറിയാം, ഒരു വിത്ത് നമ്മളിപ്പോ കടകളിൽ നിന്നൊക്കെ, അല്ലെങ്കിൽ ഒരു വിത്ത് വിതരണശാലയിലൊക്കെ പോയി നമ്മൾ പല വിത്തുകളൊക്കെ മേടിക്കും. അപ്പോൾ നമുക്ക് ആ വിത്തിന് നമ്മൾ ആ വിത്ത് കൊണ്ടുവരുമ്പോൾ നമ്മൾ ആ വിത്തിന്റെ പുറമെ എഴുതിയിരിക്കുന്ന അല്ലെങ്കിൽ കവറിന്റെ പുറമെ എഴുതുകയാണെന്ന് ചിന്തിക്കുക, ഇത് കറുമൂസ അല്ലെങ്കിൽ പപ്പായ ഫ്രൂട്ടിന്റെ വിത്താണെന്ന് എഴുതിയാൽ നമുക്ക് അതിന്റെ ആ രൂപം ഭാവമൊക്കെ കാണുമ്പോൾ ഒരു പ്രതീക്ഷ അതിലുണ്ട്. അതായത് ആ ഒരു പ്രത്യേക ഫലം തരുന്ന ഒരു വൃക്ഷമാണ്, അല്ലെങ്കിൽ ആ ഒരു സംഭവത്തിന്റെ ഒരു വിത്താണെന്ന് നമുക്കറിയാം. അതിനകത്തൊരു ജീവൻ ഉണ്ടെന്ന് നമുക്കറിയാം. കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മൾ ഒരു വാർത്ത ഇങ്ങനെ കാണുവാൻ ഇടവന്നു, നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു വിത്ത് കിട്ടുവാൻ ഇടവന്നു. അത് ഒന്ന് കുഴിച്ചിട്ട് നോക്കിയപ്പോൾ ആ വിത്തിനകത്ത് ജീവനുണ്ടായിരുന്നു. നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും ഈ വിത്തിനകത്ത് ആ ജീവനുണ്ട്, അല്ലെങ്കിൽ ഓരോ വിത്തിനകത്തും ഒരു ജീവനുണ്ട് എന്നൊക്കെയുള്ള ഒരു സയന്റിഫിക് ആയിട്ടുള്ള ഒരു കാര്യമൊക്കെ അതിനോട് തെളിവാക്കി കാണിക്കുന്ന ഒരു ലോകം, അല്ലെങ്കിൽ ഒരു ഭാഗം നമ്മൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് കാണുവാൻ ഇടവന്നതാണ്. അങ്ങനെയെങ്കിൽ ക്രിസ്തീയ വിശ്വാസിയാകുന്ന നമ്മളെ സംബന്ധിച്ച്, ക്രിസ്തു വിശ്വാസത്തിനായിരിക്കുന്ന നമ്മളെ സംബന്ധിച്ച്, നമ്മളിൽ അവന്റെ വിത്തുണ്ട് എന്ന് പറഞ്ഞാൽ, അവന്റെ വിത്ത് നമ്മളിൽ വസിക്കുന്നു, ക്രിസ്തുവിന്റെ വിത്ത് നമ്മളിൽ വസിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഹല്ലേലൂയ. ഗ്രീക്ക് ഭാഷയിൽ അതിന് സ്പെർമ എന്നൊരു വാക്കാണ് ഉപയോഗിക്കുന്നത്. സ്പെർമ എന്ന് പറഞ്ഞാൽ ലൈഫ് ഗിവിംഗ് സബ്സ്റ്റൻസ്, അല്ലെങ്കിൽ ജീവൻ നൽകുന്ന ഒരു വസ്തു എന്ന് പറയുന്ന അർത്ഥമാണ്. നമുക്കറിയാം, ആ സ്പെർമ എന്നുള്ള വാക്കൊക്കെ, സ്പേം എന്നുള്ള ആ വാക്കൊക്കെയും ഇതിനകത്ത് നിന്നാണ് ഉണ്ടായിരിക്കുന്നത്. ജീവൻ നൽകുന്ന വസ്തു എന്നുള്ള അർത്ഥമാണ് അതിന് വരുന്നത്. അപ്പോൾ ക്രിസ്തുവിനെ സ്വീകരിക്കുന്ന ഓരോ വ്യക്തിയിലേക്കും, അതായത് വീണ്ടെടുപ്പ് പ്രാപിച്ച, പുതിയ ജനനം പ്രാപിക്കുന്ന, വീണ്ടും ജനനം പ്രാപിക്കുന്ന ഒരുവനിലേക്ക് ദൈവം നൽകുന്നത് അവന്റെ പാപക്ഷമ മാത്രമല്ല, അവന്റെ അകത്തേക്ക് ദൈവത്തിന്റെ ആത്മാവിലൂടെ ദൈവം ഇംപ്ലാന്റ് ചെയ്ത്, അല്ലെങ്കിൽ ദൈവം നമ്മളുടെ ഉള്ളിലിടുന്നത് ഇതും കൂടിയാണ്, അവന്റെ സ്വഭാവം കൂടിയാണ്, അവനെ തന്നെ ഇടുകയാണ്, അവന്റെ ജീവനെ നമ്മളിലേക്ക് ഇട്ടുതരികയാണെന്ന് പറയുക. അപ്പോ ക്രിസ്തീയ വിശ്വാസത്തിലായിരിക്കുന്ന നമ്മളിൽ ഉണ്ടാകുന്ന പിന്നീടുള്ള സ്വഭാവങ്ങൾ ഒക്കെയും തന്നെ നമ്മൾ പഠിക്കുമ്പോൾ ഇങ്ങനെ മനസ്സിലാക്കാം, അവന്റെ വിത്തിന്റെ ആ ഗുണം നമ്മൾ കാണിക്കുക. നമ്മൾ പറയാറില്ലേ, വിത്ത് ഗുണം 10 ഗുണം എന്നൊക്കെ നമ്മൾ പറയാറുള്ളതല്ലേ. അപ്പോൾ ഒരു പഴമൊഴി അല്ലെങ്കിൽ ഒരു പ്രോവർബ് നമ്മൾ മലയാളത്തിൽ പറയുന്നതാണ്, വിത്ത് ഗുണം 10 ഗുണം എന്ന് പറയുന്നത്. എന്നതുപോലെ ക്രിസ്തുവിന്റെ സ്വഭാവം, അല്ലെങ്കിൽ വിത്ത്, നമ്മൾ അല്ലെങ്കിൽ ആ ഒരു ബീജം, ആ ഒരു വാക്കാണ് ഹിന്ദി പരിഭാഷയിലൊക്കെ കാണുമ്പോൾ ബീജ് എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത്. നമ്മളെ മലയാളത്തിൽ വരുമ്പോൾ അതിനെ വിത്തെന്ന് എഴുതിയിരിക്കുന്നു. അപ്പോൾ ആ ക്രിസ്തുവിൻ്റെ ആ സ്വഭാവം, അല്ലെങ്കിൽ ആ വിത്ത്, അല്ലെങ്കിൽ ആ വിത്ത് നമ്മളിൽ പാകുന്ന അവസ്ഥ ഉണ്ടാകുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകേണ്ടുന്ന വ്യത്യാസങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ അതിൻ്റെ സ്വഭാവങ്ങൾ വെളിപ്പെട്ട് വരുവാനിടയാകും. ഹല്ലേലൂയ, സ്തോത്രം. ക്രിസ്തു വിശ്വാസത്തിലായിരിക്കുന്ന, അല്ലെങ്കിൽ യേശുവിനെ സ്വീകരിച്ചതിന് ശേഷവും നമ്മളിൽ യേശുവിൻ്റെതായ സ്വഭാവ ഗുണങ്ങൾ കാണുന്നില്ലെങ്കിൽ, നമ്മളിൽ ആ വിത്ത് അല്ലെങ്കിൽ ആ വിത്തിൻ്റെ ഗുണം നമ്മൾ കാണിക്കാൻ പാകത്തിന് നമ്മുടെ ഹൃദയത്തിൽ അതായിട്ട്
കർത്താവിൻ്റെ മറുപടി ഇങ്ങനെ കാണാനായിട്ട് സാധിക്കും. വൃദ്ധനായ ശേഷവും ഞാൻ എങ്ങനെ ഇനി ഒരു അമ്മയുടെ ഉദരത്തിൽ ജീവിക്കാൻ സാധിക്കുമോ? നമ്മുടെ ജനനം ദൈവത്താൽ ജനിക്കപ്പെടുന്നതാണ്. ദൈവത്തിൽ നിന്നത്ര ജനിക്കുന്നത്. അങ്ങനെ ജനിക്കുന്ന ആ ദൈവവചനത്തിൽ നിന്ന് ജനിക്കുന്ന ഒരുവന് ആണ് എന്നുണ്ടാകുന്നത് പുതിയ സൃഷ്ടിയുടെ സ്വഭാവഗുണത്തിലേക്ക് വരുവാനുള്ളത്. അവനാണ് പുതിയ സൃഷ്ടിയായി മാറുന്നത്. അവനിലാണ് പുതിയതായ സ്വഭാവ രീതികൾ കാണുവാൻ ഇടവരുന്നതാണ്. അവനിലാണ് ദൈവം തൻ്റെ വിത്തിന് നമ്മൾ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം എന്നുള്ളത് അത് നമ്മളെ ഒരു ഇമോഷണൽ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഭാഗികമായ നമ്മളെ പെട്ടെന്ന് ഉള്ള ഇമോഷണൽ ചേഞ്ചസിലൂടെ കൊണ്ടുപോകുന്നതിനേക്കാൾ ഉപരി അത് നമ്മുടെ ഒരു സ്പിരിച്വൽ ഒരു ട്രാൻസ്ഫോർമേഷനിലേക്ക് വരുവാൻ ഇടവരും. ശാരീരികമായ അവസ്ഥയേക്കാൾ ഉപരി നമ്മളിൽ ജനിക്കേണ്ടുന്നത് നമ്മളിൽ ദൈവികമായ ഒരു DNA ഉണ്ടാകുവാനിട വരിക എന്നുള്ള സ്വർഗീയമായ ഒരു DNA. അതായത് നമ്മെ ഇങ്ങനെ കൂടെ പറയാം, ഒരു മനുഷ്യനെ എടുത്ത് വെച്ച് നമ്മൾക്കറിയാം ഇപ്പോൾ ഒരു DNA ടെസ്റ്റുകളൊക്കെ നടത്തും. ആ മനുഷ്യർ അല്ലെങ്കിൽ അവരുടെ പിതാവിനെ അറിയാൻ, മക്കളെ അറിയാനൊക്കെയുള്ള DNA ടെസ്റ്റുകളൊക്കെ നടത്തുന്നത് ഒരു സർവ്വസാധാരണമായ അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണല്ലോ. അപ്പോൾ ഇപ്പോൾ എന്നെക്കുറിച്ച്, എൻ്റെ പിതാവിനെക്കുറിച്ചോ ഞാനും പിതാവുമായുള്ള ബന്ധത്തെ അറിയണമെങ്കിൽ എൻ്റെ DNA ടെസ്റ്റും അദ്ദേഹത്തിൻ്റെ ഈയുമായിട്ടുള്ളൊരു മുടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടിഷ്യൂ ഒക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് DNA ടെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. എന്നാൽ സ്വർഗീയമായ അല്ലെങ്കിൽ ഒരു ദൈവികമായ അല്ലെങ്കിൽ ക്രിസ്തുവിനോടുള്ള ഒരു സ്വഭാവം നമ്മളിൽ ഉണ്ടാകണമെങ്കിൽ നമ്മളിൽ ആ സ്വർഗത്തിൽ നിന്നുമുള്ള ഒരു DNA നമ്മളിൽ പകരുവാൻ ഇടവരണം. കർത്താവ് ദൈവമായവൻ നമ്മിൽ പകരുന്നതായ ആ ഒരു DNA അതിനെയാണ് ഞാൻ ഇങ്ങനെ വിളിക്കുന്നു സ്പിരിച്വൽ ജനറ്റിക് ട്രാൻസ്ഫോർമേഷൻ എന്ന് ഞാൻ പറയുക. ഒരു സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷൻ നമ്മളിൽ നടക്കുന്ന സാഹചര്യത്തിൽ ഒരു ആത്മീക വ്യത്യാസമല്ലോ എങ്കിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ, ഒരു രൂപീകരണവും രൂപാന്തരവും ഒക്കെ നമ്മളിൽ നടക്കുമ്പോഴാണ് നമ്മൾ ആത്മപൂർണരായ അവസ്ഥയിൽ ഒരു പുതിയ സൃഷ്ടിയിലേക്ക് വരുവാൻ ഇടവരുന്നത്. അത് ആണ് ദൈവത്തോടു കൂടെ നടക്കുന്ന ആ ഒരു വ്യക്തിയായി മാറുന്നത്. ക്രിസ്തുവിനോട് ചേർന്ന് നടക്കുന്ന ഒരു വ്യക്തിത്വത്തിലേക്ക് നമ്മൾ വരുവാനിട വരുന്നത്. അവൻ്റെ സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ തന്നെ അത് വരും. നമ്മൾ കോപ്പി അടിക്കുക എന്നതല്ല. ഒരുവനെ നമുക്കറിയാം, നമ്മൾ ഇപ്പോൾ പല രീതിയിലൊക്കെയുള്ള ഒരു വ്യക്തിയെ കണ്ട് അവരുടെ മാനറിസംസ്, സംസാര രീതിയും സ്വഭാവ രീതിയും അല്ലെങ്കിൽ ചെയ്യുന്ന ദിനചര്യ കാര്യങ്ങളൊക്കെയും നമ്മൾ കോപ്പി ചെയ്യാം. നടക്കുന്ന രീതിയും വസ്ത്രധാരണ രീതിയൊക്കെ നമുക്ക് കോപ്പി ചെയ്യാം. നമുക്ക് അതൊക്കെ പകർത്തി നമുക്കും അവരെ പോലെ കാണിക്കാം. എന്നാൽ ക്രിസ്തീയ സ്വഭാവം എന്ന് പറയുന്നത് അല്ലെങ്കിൽ യേശുവിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് കോപ്പി ക്യാറ്റിങ്, നമുക്ക് അവരെ പോലെ ക്രിസ്തുവിനെ പോലെ കോപ്പി അടിക്കുക എന്നല്ല. നമ്മളിൽ ആ വിത്ത് വസിക്കുന്നത് കൊണ്ട് നമ്മൾ ആ രൂപത്തിലായി മാറും. അങ്ങനെ ക്രിസ്തുവിനെ പോലെ ആയി മാറുവാൻ ഇടയാകും. ഹല്ലേലൂയ, സ്തോത്രം. ആദ്യമേ ഞാൻ പറഞ്ഞ പോയിന്റ് ഇങ്ങനെയാണ്. ഒരു പുതിയ സൃഷ്ടിയാകുന്ന മനുഷ്യനിൽ ഒരു പുതിയ ഒരു നേച്ചർ അല്ലെങ്കിൽ ഒരു സ്വഭാവവും ഉണ്ടാകുവാനുള്ള വരും. കാരണം അവൻ്റെ വിത്ത് അവനിൽ വസിക്കുന്നു. രണ്ടാമതായി ഞാൻ പറയുന്നു, ഒരു പുതിയ സൃഷ്ടിയാകുന്ന മനുഷ്യനിൽ അവന് ഒരു പുതിയ ശക്തിയെ ദൈവം നൽകുവാൻ ഇടവരികയാണ്. ഹല്ലേലൂയ. നമ്മൾ വായിച്ച വാക്യത്തിൻ്റെ അതിൻ്റെ ഒരു ഭാഗത്ത് നമ്മളിങ്ങനെ രണ്ടാം ഭാഗത്ത് ഇങ്ങനെ വായിക്കുന്നുണ്ട്, ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല. അതിൻ്റെ രണ്ടാം ഭാഗം ഇങ്ങനെ പറയുന്നത്, ദൈവത്തിൽ നിന്ന് ജനിച്ചതിനാൽ അവന് പാപം ചെയ്യുവാൻ കഴിയുകയുമില്ല എന്ന് കാണുവാൻ ഇടവരികയാണ്. ഹല്ലേലൂയ. പലവിധമായ ദാഹങ്ങൾ അല്ലെങ്കിൽ ഒരു താല്പര്യങ്ങൾ മനുഷ്യനുണ്ട്. നമ്മളെയൊക്കെ സംബന്ധിച്ച് നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലവിധ താല്പര്യങ്ങൾ ഉള്ള വ്യക്തികളുണ്ട്. ഹല്ലേലൂയ. ചിലർക്ക് ഗാഡ്ജറ്റ്സിനോട് വലിയ താല്പര്യങ്ങളുള്ളവരുണ്ടാകാം. ചിലർക്ക് ഉള്ളവരുണ്ട്. ആ രീതിയിലൊക്കെയും പല താല്പര്യങ്ങളിലൊക്കെ നമ്മൾ ആയിരിക്കും. നമ്മളുടെയൊക്കെ ദാഹം അല്ലെങ്കിൽ ഒരു വിശപ്പ്, ഒരു വാഞ്ച പലതിനോടൊക്കെ. എന്നാൽ ലോകപരമായിട്ടുള്ള സകല താല്പര്യങ്ങളെയും അല്ലെങ്കിൽ ഇങ്ങനെ പറയും ദൈവത്തിൽ നിന്ന് അകറ്റുന്നതായ തെറ്റായ
സകല അല്ലെങ്കിൽ പാപസംബന്ധമായിട്ടുള്ള എല്ലാ താല്പര്യങ്ങളും മനുഷ്യനിലുള്ളതാണ്. നമ്മളിലുമുണ്ട് ആ താല്പര്യങ്ങൾ. കാരണം നമ്മൾ മനുഷ്യരാ, 100% നമ്മൾ മനുഷ്യർ തന്നെയായതുകൊണ്ട് നമ്മിലും ആ ഒരു നേച്ചറുണ്ട്. സ്വഭാവത്തിൽ നമ്മളിൽ പാപത്തിന്റെ സ്വഭാവം നമ്മളിലുമുണ്ട്. എന്നാൽ ക്രിസ്തുവിനാൽ ജനിക്കപ്പെടുന്ന, ദൈവത്താൽ ജനിക്കപ്പെടുന്ന ഒരുവനിൽ അവനിൽ പാപം ചെയ്യുവാൻ കഴിയാതിരിക്കത്തക്കവണ്ണം ദൈവത്തിന്റെ ശക്തി വ്യാപരിപ്പാൻ തുടങ്ങും. ഹല്ലേലൂയ. കാരണം ദൈവത്തിൽ നിന്ന് ജനിക്കുന്നവന് അല്ലെങ്കിൽ ദൈവത്തിന്റെ ആ നേച്ചർ ഉള്ളിൽ നൽകപ്പെട്ടവന് ആ സ്വഭാവം. കാരണം ഇത്രയാ ഇങ്ങനെ പറയും, ദൈവം ഗോഡ് ഈസ് ഹോളി, ദൈവം പരിശുദ്ധനായ ദൈവമാണ്, അവനിൽ കളങ്കമില്ല, അവനിൽ പാപമില്ല എന്ന് കാണുന്നു. നമ്മൾ വായിക്കുന്നുണ്ട്, യേശു പാപമൊഴികെ സകലത്തിലും നമ്മളെ പോലെ പരീക്ഷിക്കപ്പെട്ടു എന്ന് കാണുന്നു. നമ്മൾ കാണാൻ ഇടവരുന്നുവെങ്കിൽ ദൈവത്തിൽ നിന്ന് ജനിക്കപ്പെടുന്നവരിൽ പാപസ്വഭാവത്തിന് ജയിപ്പാൻ അല്ലെങ്കിൽ പാപസ്വഭാവത്തിന് അകപ്പെട്ട് കൊടുക്കുവാൻ അവന് കഴിയത്തില്ല. കാരണം അവന്റെ വാഞ്ച, അവന്റെ താല്പര്യം എന്നുള്ളത്, അവന്റെ പോകേച്ഛ എന്നുള്ളത് പാപത്തോടല്ല. ഇനിമേൽ അവന്റെ പോകേച്ഛ ദൈവത്തോട് കൂടെ നിൽക്കുക എന്നുള്ള വലിയ താല്പര്യത്തിൽ അവൻ ജനിച്ച് അവന്റെ താല്പര്യങ്ങൾ മാറുമ്പോൾ പാപ സ്വഭാവത്തേക്ക് തിരിഞ്ഞു നോക്കുവാൻ അവന് പറ്റുന്നില്ല. അല്ലെങ്കിൽ അവന്റെ ചിന്തയിൽ മറ്റ് പാപ സ്വഭാവങ്ങളെ കുറിച്ചുള്ള താല്പര്യങ്ങളെക്കാൾ ഉപരി ദൈവത്തോടുള്ള താല്പര്യം ജനിക്കുവാൻ ഇടവന്നു. ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ ഇടവരികയാണ്. അതുകൊണ്ട് ദൈവത്തെ മുൻനിർത്തുന്ന ഒരുവന് പിന്നീട് അങ്ങോട്ടേക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നില്ല. വശപ്പെട്ടു കൊടുക്കാതിരിക്കുവാനുള്ള ഒരു ദൈവശക്തി നമ്മളിൽ വ്യാപരിക്കുക, അല്ലെങ്കിൽ പാപ സ്വഭാവത്തിലേക്ക് വീണ്ടും നമ്മളെ പഴയ കൂട്ടുകെട്ടിലൂടെ നമ്മെ നശിപ്പിക്കുവാൻ നോക്കുന്ന, അല്ലെങ്കിൽ വീണ്ടും അതിലേക്ക് നമ്മളെ വലിച്ചിടുവാൻ നോക്കുന്ന, അല്ലെങ്കിൽ പഴയ സ്വഭാവത്തിൽ നമ്മൾ പണ്ടായിരുന്ന ചില സ്വഭാവ രീതികളിലേക്ക് വീണ്ടും താല്പര്യം കൊണ്ട് ജനിപ്പിക്കത്തക്കവണ്ണം ഉണ്ടാകുന്ന ചില ചിന്തകളോ അല്ലെങ്കിൽ ശരീരത്തിൽ നിന്നും ഉണ്ടാകുന്ന ചില വിഡ്രോവൽ കാര്യങ്ങളോ ഒക്കെ വരുമ്പോൾ അതിലേക്ക് ചെറുത്ത് നിൽക്കുവാൻ കഴിയാതെ വരുന്നൊരവസ്ഥയുണ്ടാകും. എന്നാൽ പുതിയ സൃഷ്ടിയാകുന്ന ഒരു വ്യക്തിക്ക് ആ രീതിയിലുള്ളതിനേക്കാൾ ഉപരി അവന് ചെറുത്ത് നിൽക്കുവാൻ, അതിൽ നിന്ന് ചെറുത്ത് നിൽക്കുവാൻ സ്വർഗത്തിൽ നിന്നും ദൈവം എന്ത് ചെയ്യുക, ശക്തി നൽകേണ്ടി വരിക. പരിശുദ്ധാത്മാവിന്റെ ഒരു സാന്നിധ്യം കൊണ്ട് അവനെ നിറയ്ക്കുകയാണ്. അവനെ പാപത്തിൽ നിന്നും വിട്ടു നിൽക്കുവാൻ അനുവദിക്കുന്ന ഒരു ശക്തി കൊടുക്കുക. റോമാലേഖനം 6-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്രേ അധീനരാകയാൽ പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തുകയില്ലല്ലോ. ഹല്ലേലൂയ. കൃപയ്ക്ക് അധീനരാകുന്ന അല്ലെങ്കിൽ ആ കൃപാപാത്രരാകുന്ന നമ്മളെ, ദൈവത്തിന്റെ കൃപാപാത്രരായി മാറിയ നമ്മളിൽ ദൈവം വസിക്കുവാൻ ഇടയാകുന്നത് നിമിത്തം ഹല്ലേലൂയ നമ്മളിൽ ആ പാപത്തിന്റെ കർത്തൃത്വം നമ്മെ വിട്ട് മാറുവാൻ ഇടവരിക. ഗലാത്യ ലേഖനം 5-ാം 16-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, വാക്ക് ഇൻ ദ സ്പിരിറ്റ്, ആത്മാവിനനുസരിച്ച് നടപ്പീൻ, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കയില്ല എന്ന് ഞാൻ പറയുന്നു. അങ്ങനെ പറയുന്നു, വാക്ക് ഇൻ ദ സ്പിരിറ്റ് ആൻഡ് യു ഷാൽ നോട്ട് ഫുൾഫിൽ ദ ലസ്റ്റ് ഓഫ് ദ ഫ്ലെഷ്. ജഡത്തിന്റെ ഭോഗ ഇച്ഛകളെ ഇനിമേൽ ജയിപ്പാൻ, അല്ലെങ്കിൽ ജഡത്തിന്റെ മോഹങ്ങളെയും താല്പര്യങ്ങളും നമ്മളെ ജയിപ്പാൻ ഇടവരത്തില്ല. എപ്പോൾ? നമ്മൾ ദൈവത്തിന്റെ ആത്മാവിനനുസരിച്ച് നടക്കുമ്പോൾ. ദൈവ വചനത്തിനും ആത്മാവിനും ചേർന്ന് നടക്കുന്ന വ്യക്തി, അവനിൽ പുതിയ സൃഷ്ടിയായ ആ വ്യക്തിക്ക് ദൈവവചനത്തോടും ആത്മാവിനോടും ചേർന്ന് നടപ്പാൻ ഇടവരും. ആ നടക്കുന്ന വ്യക്തിയിൽ ഒരിക്കലും പാപത്തിന് കർത്തൃത്വം വഹിപ്പാൻ ഇടവയാകുകയില്ല. ഇത് നമ്മുടെ ഒരു സ്വാഭാവികമായ ഒരു ഔട്ട്ഫ്ലോ ആയിരിക്കും ഇതൊക്കെ. കാരണം ഇത് നമുക്കൊരിക്കലും ഒരു ബേർഡനായിട്ട് തോന്നുന്നില്ല, ഒരു ഭയങ്കര നമ്മുടെ തോളിൽ കെട്ടി വെച്ചിരിക്കുന്ന ഒരു വലിയ ഭാരമായി തോന്നില്ല. അയ്യോ ഞാൻ വിശുദ്ധിയിൽ ജീവിക്കണം, അയ്യോ ഞാൻ തെറ്റ് ചെയ്യാൻ പാടില്ല, പാപത്തിൽ ഞാൻ നിൽക്കാൻ പാടില്ല, ഞാൻ അങ്ങനെയല്ല വേണ്ടത്, ഞാൻ ഇങ്ങനെയാ, അയ്യോ ഇത് ഇങ്ങനെയാണല്ലോ. അല്ല, ഇത് ബേർഡൻ ആവില്ല. നമ്മുടെ സ്വഭാവത്തിൽ സ്വാഭാവികമായും ഒഴുകി വരുന്ന ഒരു വസ്തുവായിട്ട് ഇത് മാറും. ഒരു പുതിയ സൃഷ്ടിയാകുന്നവന് ഒരിക്കലും പഴയതിനെ ധരിക്കാനായിട്ട് താല്പര്യം വരത്തില്ല. ഞാനൊരു ഉദാഹരണം പറയാം.
ഒരു ആട്ടിൻകുട്ടിയെയും ഒരു ആടിനെയും നമ്മൾ ഒരുമിച്ച് കൊണ്ടുപോയി ഒരു ഇച്ചിരി ചള്ളക്കകത്തോട്ട് ഇട്ടാൽ നമുക്കറിയാം ആ പന്നിക്കുട്ടിക്ക് വളരെ താല്പര്യമായിരിക്കും ആ ചെളിക്കകത്ത് കിടന്ന് ഉരുളുവാൻ. കാരണം അതിൻ്റെ സ്വഭാവം ആ രീതിയിലുള്ളതാണ്. എന്നാൽ ആടിന് ആ ചള്ളക്കകത്ത് കിടക്കുമ്പോൾ അതിനകത്ത് കിടക്കുന്നതും ഇരിക്കുന്നതും ഒന്നും വലിയ താല്പര്യമില്ല. അത് എത്രയും വേഗം അവിടെ നിന്ന് പുറത്തിറങ്ങി തൻ്റെ ഒരു നല്ല ശുദ്ധമായ പ്രദേശത്തേക്ക് കയറി നിൽപ്പാനും താല്പര്യപ്പെടും. ആ ആടിന് വേറൊരു പ്രത്യേകതയും കൂടെയുണ്ട്. ഈ ആട് ചെളി പറ്റി ആട് ഒരിക്കലും ആ ചെളി ഒരു പുതിയ സൃഷ്ടിയാകുക എന്നുള്ളതാണെങ്കിൽ, നമ്മൾ പുതിയ സൃഷ്ടിയായി ദൈവം മാറ്റുമ്പോൾ നമ്മൾ വീണ്ടും പഴയതിലേക്ക് പോകാനല്ല ദൈവത്തിന്റെ താല്പര്യം. പഴയതെന്നുള്ളത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമല്ലാതായി മാറുക. നമ്മളെ ദൈവം പുതിയതിലൂടെ ഒരു പുതിയ ജീവിതത്തിലേക്ക് നയിക്കുക. പുതുമയിൽ എല്ലാം ഇനി അങ്ങോട്ട് പുതുമയായി ആകുവാൻ പോകുക. എന്നാൽ നമ്മുടെ ഇതുവരെയുള്ള സ്വഭാവ രീതികളോ അല്ലെങ്കിൽ നമ്മുടെ ജീവിത രീതികളോ ഒന്നും മാറുന്നില്ലായിരിക്കാം. നമ്മുടെ ജോലിക്ക് പോകുന്ന സ്ഥലം മാറുന്നില്ല, നമ്മൾ പഠിക്കാൻ പോകുന്ന സ്കൂള് മാറുന്നില്ല, നമ്മൾ കാണുന്ന ആൾക്കാർ മാറാൻ പോകുന്നില്ല. എന്നാൽ അവരോടൊക്കെയുള്ള സ്വഭാവവും താല്പര്യങ്ങളും രീതികളും മാറാൻ പോവുക. ഒരു ദൈവികമായ ഒരു രീതിയിലേക്ക് നമ്മൾ മാറാൻ പോവുക. ഇനി അങ്ങോട്ടുള്ള സംസാര രീതികൾ പോലും ഇനി ദൈവത്തിന്റെ താല്പര്യമുള്ളതിലേക്ക് മാറാൻ പോവുക. ഇനി ഞാൻ ചിന്തിക്കുന്നത് പോലും ദൈവത്തിന് താല്പര്യമുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ പോവുകയാണ്. ഇനി ഞാൻ സംസാരിക്കാനും പ്രവർത്തിക്കാനും പോകുന്നതായിട്ടുള്ള കാര്യങ്ങൾ ദൈവ താല്പര്യത്തോടുള്ളത് മാത്രമാവാൻ പോവുകയാണ്. കാരണം എന്നിൽ യേശു ജനിച്ചു, എൻ്റെ ഉള്ളത്തിൽ യേശു ജനിച്ചു. ഇനി യേശുവിന് താല്പര്യമുള്ളത് മാത്രമേ ഞാൻ ചെയ്യുവാൻ മുതിരത്തുള്ളൂ. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവിനനുസരിച്ചല്ലാതെ ഞാൻ ഇനി ഒരിക്കലും നടക്കത്തില്ല. വചനത്തിൽ ഇങ്ങനെ കൂടെ പറയുന്നു, ഒരു കാര്യസ്ഥനെ അയക്കും, അവനെന്താ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. നമ്മെ ഇനി നയിക്കുന്നത് ആ ആത്മാവാകൊണ്ട് ആത്മാവിനനുസരിച്ച് നടക്കുവാൻ നമുക്ക് വലിയ ബാധ്യതയുണ്ട്. ഒരു ബാധ്യത അല്ലെങ്കിൽ വലിയ അതൊരു ബേർഡൻ അല്ല. ബാധ്യത എന്ന് പറയുമ്പോൾ അതിനെ ബേർഡനായിട്ടെന്നല്ല ഞാൻ പറയുന്നത്, നമ്മുടെ ഉത്തരവാദിത്തമായി മാറുകയാണ്, നമ്മുടെ വലിയ താല്പര്യമായി അത് മാറുകയാണ്. അങ്ങനെയെങ്കിൽ നമ്മൾ ഇനിമേൽ പഴയതിനല്ല പുതിയതിനാണ്. ഹല്ലേലൂയ. ഒന്ന് പുതുക്കം പ്രാപിച്ചിരിക്കുന്നതായ ഓരോ ദൈവജനത്തോടും ഇതൊന്നും കൂടെ ഞാൻ ഓർമ്മിപ്പിക്കുക. നമ്മൾ പഴയതിനെ പറഞ്ഞിരിക്കാനല്ല, പുതിയവനാണ്, പുതിയ വ്യക്തിയാണ് ഞാൻ, അല്ലെങ്കിൽ ഞാനൊരു പുതുക്കം പ്രാപിച്ചവനാണ്. ദൈവം എന്നിൽ തന്നിരിക്കുന്ന ആത്മാവിനനുസരിച്ച് ഇനിമേൽ ഞാൻ നടക്കുവാൻ ഇടവരികയാണെന്ന് പറയാൻ ഇടവരട്ടെ. എന്നെ കേൾക്കുന്ന ദൈവജനമേ, നിങ്ങളോട് ഞാൻ ഒരു കാര്യം ഞാൻ വിളിച്ചു പറയുകയാണ്. ഇന്ന് രക്ഷയുടെ അനുഭവത്തിൽ വരാത്തവരാണെങ്കിൽ ഞാൻ പറയാം, ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത് ദൈവത്തോട് ചേർന്ന് വസിക്കാനാണെങ്കിൽ തൻ്റെ പുത്രനെ നൽകിയിരിക്കുന്നത് നമ്മുടെ രക്ഷയ്ക്കാണ്. ഇനിമേൽ നമ്മൾ പഴയ അവസ്ഥയിൽ നിന്ന് കിടപ്പാനായിട്ടല്ല ദൈവം ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളെ ഭാരപ്പെടുത്തുന്ന അവസ്ഥയിൽ നിൽപ്പാനായിട്ടല്ല. ഇതുവരെയും നമ്മുടെ ഹൃദയത്തെ വേദനിപ്പിക്കുന്നതായ, അയ്യോ എനിക്കിതിനകത്തുനിന്നൊരു വ്യത്യാസം ഉണ്ടാകില്ല, ഞാൻ ഈ പാപഭാരം വേദനയും കൊണ്ട് ഞാൻ ജീവിതകാലം മുഴുവനും ഞാൻ ജീവിക്കണമെന്നാണ് ചിന്തിക്കുന്നതെങ്കിൽ അല്ല. ദൈവം നിങ്ങളുടെ വേദനകളെ മാറ്റുവാൻ തയ്യാറായവനാ. നിങ്ങളുടെ ആ പഴയ അവസ്ഥയെ മാറ്റി ഒരു പുതുക്കം തരുവാൻ ദൈവത്തിന് കഴിയും. ദൈവം ചെയ്യുവാൻ ഇടവരും. ഇനി ക്രിസ്തു വിശ്വാസത്തിൽ നിൽക്കുന്നു, എന്നാൽ ചില ആണ്ടുകൾ കുറേ കഴിഞ്ഞുപോയി, എനിക്ക് ഒരു വ്യത്യാസം അല്ലെങ്കിൽ ഞാൻ പലതും മറന്നുപോയി എന്ന് തോന്നുന്നെങ്കിൽ ഒരു കാര്യം ഞാൻ ഇവിടെ പറയുന്നു, ദൈവത്തിന് ഇപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ കഴിയും. ഹല്ലേലൂയ. ആത്മാവിന് അനുസരിച്ച് നടക്കുവാൻ ഒന്ന് വിട്ടുകൊടുക്കാൻ തയ്യാറാകുക. ഇന്ന് രാത്രിയിൽ ആ ഒരു തീരുമാനം നിങ്ങൾക്കെടുക്കാൻ കഴിയുന്നു, നമുക്കെടുക്കാൻ കഴിയുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായി നമ്മുടെ മധ്യ ഇന്ന് പ്രവർത്തിപ്പാൻ ഇടവരും. നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളെ അവർ ശോധന ചെയ്യുവാൻ ഇടയാക്കട്ടെ എന്ന് ഞാൻ ശക്തിയോടെ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. മൂന്നാമതായി ഞാൻ പറയുവാൻ ഇടയാകുന്നു, പുതിയതായി സൃഷ്ടി, ഒരു ന്യൂ ക്രിയേഷൻ വിൽ ബി ഹാവിങ് എ ന്യൂ ഐഡന്റിറ്റി. ഒരു പുതുജനനം അല്ലെങ്കിൽ ഒരു പുതിയ സൃഷ്ടിയാകുന്ന അവന് പുതിയ ഐഡന്റിറ്റി ദൈവം നൽകുകയാണ്.
ഒരു 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 നമുക്കൊക്കെ അറിയാം, നമ്മുടെയൊക്കെ കയ്യിൽ ആധാർ കാർഡുകളുണ്ട്. അതുപോലെ തന്നെ പാൻ കാർഡോ ആധാർ കാർഡോ ഡ്രൈവിംഗ് ലൈസൻസോ വോട്ടേഴ്സ് ഐ ഡി ഒക്കെ നമ്മുടെ കയ്യിലുള്ളതാണ്. നമ്മുടെയൊക്കെയും ഐഡൻറ്റിറ്റി, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ഐഡൻറ്റിറ്റി എന്ന് പറയുമ്പോൾ ഇങ്ങനെ പറയാം, നമ്മളുടെ സ്തോത്രം ഹല്ലേലൂയ, നമ്മളുടെ പേര് വിവരങ്ങളും നമ്മുടെ ഞാൻ ഇന്ന വ്യക്തിയാണ് എന്നുള്ളത് രേഖാമൂലം സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ്. ഞാൻ ഇന്ത്യനാണ്, എൻ്റെ അപ്പൻ്റെ പേര് ഇന്നതാണ്, എൻ്റെ അമ്മയുടെ പേര് ഇതാണ്, എൻ്റെ പപ്പയെ ഇന്ന വ്യക്തിയാ, എൻ്റെ അമ്മ ഇന്ന വ്യക്തിയാ, എൻ്റെ അഡ്രസ്സ് ഇന്നതാണ് എന്നുള്ളത് ഗവൺമെൻറ് തന്നെ എന്ത് ചെയ്തിരിക്കുകയാണ്, അത് ഉറപ്പിച്ച് തന്നിരിക്കുകയാണ്. അപ്പോൾ ഇത് ഞാൻ എവിടെയെങ്കിലും പോകുമ്പോൾ, ഇപ്പോൾ ട്രെയിനിൽ കയറുമ്പോൾ ഞാനൊരു ടിക്കറ്റാണ് എടുത്തതെങ്കിൽ ഈ എടുത്തിരിക്കുന്ന വ്യക്തി ഇന്ന ആൾ തന്നെയാണെന്ന് ഉറപ്പിക്കുവാൻ ഞാൻ ഒന്നുകിൽ എൻ്റെ ആധാർ കാർഡോ അല്ലെങ്കിൽ എൻ്റെ ഡ്രൈവിംഗ് ലൈസൻസോ അല്ലെങ്കിൽ ഇലക്ട്രൽ വോട്ടേഴ്സ് ID കാർഡോ എന്തെങ്കിലും ഒരു സാധനം ഞാൻ അയാളുടെ മുമ്പിൽ എന്ത് ചെയ്യണം, TTRന്റെ മുമ്പിൽ ഞാൻ അത് കാണിക്കണം. അദ്ദേഹം അത് നോക്കി എൻ്റെ മുഖത്തേക്ക് നോക്കി ആ ഫോട്ടോയിലുള്ളത് ഞാൻ തന്നെയാണോ എന്ന് ആദ്യമേ നോക്കും. ഇവിടെയുള്ള പേരും എൻ്റെ കാർഡിലിരിക്കുന്ന പേരും ഒന്ന് തന്നെയാണോ എന്നുള്ളത് അദ്ദേഹം എന്ത് ചെയ്യും, ഒന്ന് വെരിഫൈ ചെയ്യും. അപ്പോൾ ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം, ഹല്ലേലൂയ, മഹത്വം 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 മഹത്വം. ഓക്കെ, സോ അങ്ങനെ ഒരു ഐഡന്റിറ്റി കാർഡ് നമുക്ക് എല്ലാം ആവശ്യമാണ്. അങ്ങനെയെങ്കിൽ ക്രിസ്തുവിൽ ജനിക്കുന്ന ഒരുവന് അവന് ഉള്ള ഐഡന്റിറ്റി എന്തായിരിക്കും? അവന്റെ ഐഡന്റിറ്റി എന്താ? ഐഡന്റിറ്റി ഇതാ, എങ്ങനെ പറയാം, ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നു, അവൻ ദൈവത്തിൽ വസിക്കുന്നു, ജനിച്ചതിനാൽ പാപം എന്ത് ചെയ്യാൻ പറ്റും? ദൈവത്തിൽ നിന്ന് ജനിച്ചതിനാൽ അവന് പാപം ചെയ്യാൻ കഴിയുന്നില്ല. അവന്റെ ഐഡന്റിറ്റി, ദ ഐഡന്റിറ്റി ഓഫ് എ ന്യൂ ക്രിയേഷൻ, യു ആർ നോട്ട് ജസ്റ്റ് ഇംപ്രൂവ്ഡ്, യു ആർ റീബോൺ, എ കംപ്ലീറ്റ്ലി ന്യൂ സ്പീഷീസ് ഓഫ് ബീയിങ് എന്ന് പറയുക. ഇങ്ങനെ പറയുന്നു, നമുക്കുള്ള ഒരു പുതിയ സൃഷ്ടിയാകുന്നവനുള്ള ഐഡന്റിറ്റി എന്നുള്ളത് അവൻ ഒരു ഇംപ്രൂവ് ഉണ്ടായി എന്നുള്ള, അല്ലെങ്കിൽ ഒരു ഇംപ്രൂവ്മെന്റ് ഉണ്ടായി എന്നുള്ളതല്ല. ചില അവരൊക്കെ പറയത്തില്ലേ, അവന് കുറച്ച് ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്, അവന്റെ പഠനത്തിൽ ഒരു ഇച്ചിരി ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്, അവന്റെ സ്വഭാവത്തിൽ ചില പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു, എന്നാൽ കുഴപ്പമില്ല, ഇപ്പോൾ അവൻ കുറേയൊക്കെ ഇമ്പ്രൂവ് ആകുന്നു, അവന് മാറ്റങ്ങളൊക്കെ അവൻ വരുത്തുന്നുണ്ട് എന്ന് പറയാറില്ല. ഇമ്പ്രൂവ്മെന്റ് ഉണ്ടെന്ന് പറയും. എന്നാൽ ക്രിസ്തുവിലാകുന്ന ഒരുവൻ ഒരു ഇമ്പ്രൂവ്മെന്റ് അല്ല ഉണ്ടാകുന്നത്, അവന്റെ ഒരു വീണ്ടും ജനനം, റീബോൺ അവസ്ഥയാണ്, പുതുതായി ജനിക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാകുന്നത്. ഹല്ലേലൂയ. നമ്മളിൽ ഓരോരുത്തരിലും ഉണ്ടായത് ഒരു ഇമ്പ്രൂവ്മെന്റ് അല്ല, ദൈവത്തിന്റെ ആത്മാവിനാൽ ഒരു റീബോൺ അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്. നമ്മൾ വീണ്ടും ജനിച്ച അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്. അതായത് ഒരു പുതിയ ഒരു ശിശു ജനിച്ചാൽ അതിന് എത്രത്തോളം നിഷ്കളങ്കത ഉണ്ടാകുമോ, അതുപോലെ നമ്മളിലും ദൈവത്തിന്റെ ഒരു ആത്മാവ് ജനിപ്പാൻ നമ്മയും പുതിയ ഒരു ജനനത്തിലേക്ക് നമ്മളെ കൊണ്ടുവന്നിരിക്കുക. ഒരു കംപ്ലീറ്റ് ആയ ഒരു പുതിയ സൃഷ്ടിയാക്കി തന്നെ, ഒരു പുതിയ വ്യക്തിയായി തന്നെ ദൈവം നമ്മളെ മാറ്റിയിരിക്കുകയാണ്. ഹല്ലേലൂയ. പാപ സ്വഭാവത്തിൽ നിന്ന് നമ്മളെ മാറ്റിയിരിക്കുകയാണ്. താല്പര്യങ്ങളിൽ പലതും വ്യത്യാസപ്പെട്ടതിൽ നിന്നും ദൈവിക താല്പര്യങ്ങളിലേക്ക് കൊണ്ടുവരുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ ക്രിയ ചെയ്യുവാൻ തുടങ്ങിയിരിക്കുകയാണ്. ഹല്ലേലൂയ. എഫെസി ലേഖനം 4-ാം അധ്യായം അതിന്റെ 24-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു, Put on the new man which of a God is created in righteousness and true holiness. പുതുക്കം പ്രാപിച്ച് സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതു മനുഷ്യനെ ധരിച്ചുകൊള്ളുവീൻ. Put on അല്ലെങ്കിൽ ധരിക്കുക, വേറോൺ. നമുക്കൊക്കെ പുതിയ വസ്ത്രങ്ങൾ ധരിപ്പാൻ വളരെ താല്പര്യമാണ്. ഞാൻ പണ്ട് 2005 ഞാൻ ഗോവയിലുള്ള ഒരു ദൈവദാസന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുവാൻ വേണ്ടി ഒരു 3-3.5 മാസത്തെ ഒരു കോഴ്സിന് പോയപ്പോൾ അവിടെ ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നും ദൈവദാസന്മാരും ഒക്കെ വന്ന് പങ്കെടുത്തിരുന്നു. അപ്പോൾ ആ സമയത്ത് അതിൽ ഒരു പ്രത്യേക ഒരു സംസ്ഥാനത്ത് നിന്ന് ഒരു സഹോദരൻ അവിടെ വന്നിരുന്നു. അവരൊരു 4-5 പേരുണ്ടായിരുന്നു. അതിൽ ഒരു വ്യക്തി, അവൻ ഒരിക്കൽ പോലും വസ്ത്രം മാറിയിടുന്നത് ഞങ്ങൾ കണ്ടിട്ടില്ല.
അവനിട്ടിരുന്ന അതേ വസ്ത്രം തന്നെ അവന് എപ്പോഴും ഇട്ടുകൊണ്ടിരുന്നു. അപ്പോൾ കുറേ ആഴ്ചകൾ കഴിഞ്ഞിട്ടും ഇത് മാറുന്നത് കാണാഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഒരു കൗതുകത്തിന് ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ വന്ന ഒരു സഹോദരനോട് ചോദിച്ചു, എന്താ സഹോദര ഈ വ്യക്തി ഇങ്ങനെ ഇതേ ഡ്രസ്സ് തന്നെ ഇങ്ങനെ ഇട്ടിട്ട് നടക്കുന്നത്, അവന് അതിൻ്റെ പല ഇതാണോ അതോ അവൻ അങ്ങനത്തെ ഒരു ഡ്രസ് കോഡ് ഫോളോ ചെയ്യുന്നതാണോ അതോ അതുതന്നെയാണോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞത് തന്ന മറുപടി ഇങ്ങനെയാണ്, അവരുടെ ആ വ്യക്തി അല്ലെങ്കിൽ അവരായിരിക്കുന്ന ഒരു ഗോത്രം എന്നുള്ളത് അവരുടെ വസ്ത്രങ്ങൾ ഒരിക്കലും അവർ മാറ്റത്തില്ല, ഡ്രസ്സ് ചേഞ്ച് ചെയ്യില്ല. ഒരെണ്ണം ഇട്ടാൽ അത് ഇട്ടുകൊണ്ട് ഇങ്ങനെ നടക്കുക തന്നെ ചെയ്യും. അവർ കുളിച്ചാലും ഇല്ലെങ്കിലും എന്ത് ചെയ്താലും അവർ ആ വസ്ത്രം മാറത്തില്ല, അത് തന്നെ ഇടും എന്ന് പറഞ്ഞു. പിന്നെ അത് ഞാൻ ചോദിച്ചപ്പോൾ ഇതെങ്ങനെ അതിൻ്റെ മാറുന്നത് എങ്ങനെ? അപ്പം പറഞ്ഞു, പുതിയ വസ്ത്രം കിട്ടുമ്പോൾ ഇതിൻ്റെ മുകളിൽ ധരിക്കും എന്നുള്ളതാണ് ചെയ്യുക. താഴെ ഉണ്ടാകുന്ന അല്ലെങ്കിൽ പഴയ വസ്ത്രങ്ങൾ ജീർണിച്ചത് അല്ലെങ്കിൽ അതിങ്ങനെ പൊട്ടി അത് ഊരിപ്പോകുന്നത് വരെ അത് കളയില്ല എന്ന് പറഞ്ഞിട്ട് വന്നു. പുതിയതിനെ അവർ പുറമെ ഇടുകയും ചെയ്യും. അതേപോലെ തന്നെ ഞാൻ ഇവിടെ എൻ്റെ ഒരു സുഹൃത്ത് ഇവിടെ ചില ട്രൈബിൻ്റെ ഇടയിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയുടെ അടുത്ത് അവർ വന്നിട്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ ഫ്രണ്ട്സ് എന്നോട് പറയാനിട വന്ന് നമ്മളൊക്കെ ഉപയോഗിച്ച പഴയ വസ്ത്രങ്ങൾ എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അതൊന്ന് നല്ലത് അത്യാവശ്യം നല്ലതായിട്ടുള്ളത് കഴുകി വൃത്തിയാക്കി തേച്ചിട്ട് അവർക്ക് കൊടുക്കുവാണെങ്കിൽ അത് കൊണ്ടുപോയി ഈ പറയുന്ന ട്രൈബിലുള്ള വ്യക്തികൾക്ക് കൊടുക്കാനായിരുന്നു എന്ന് എന്നോട് ഇങ്ങനെ പറഞ്ഞു. ഞങ്ങൾക്ക് ചോദിച്ചു, എടാ മോനെ അതെന്തിനാ അങ്ങനെ ചെയ്യുന്നത്, അത് ശരിയല്ലല്ലോ, നമുക്ക് ഒരാൾ പുതിയ വസ്ത്രം തരുന്നതല്ലേ ഏറ്റവും നമുക്കെല്ലാം താല്പര്യം എന്നൊക്കെ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്, ബ്രോ ഇവർക്ക് പുതിയ വസ്ത്രങ്ങൾ ഇട്ട് ശീലമില്ല, പുതിയ വസ്ത്രം ഇട്ട് അവർക്ക് ശീലമില്ല. അതുകൊണ്ട് നമ്മൾ പുതിയതായ ഒരു മുണ്ടും ഷർട്ടും സാരിയോ അല്ലെങ്കിൽ ഉടുപ്പോ നിക്കറോ പാൻറ്റോ ഒക്കെ കൊണ്ടുപോയി കൊടുത്താൽ ഇവരിതെല്ലാം കൂടെ വേഗം തന്നെ എടുത്തൊരു കവറിനകത്ത് പൊതിഞ്ഞിട്ട് ഇവർ കൊണ്ടുപോയി അവരുടെ മുറിയിൽ അവരുടെ ഈ എന്താ പറയുക മുകളിലെടുത്ത് കയറ്റി വയ്ക്കും, വസ്ത്രങ്ങളുടെ ഏറ്റവും മുകളിലോ അല്ലെങ്കിൽ താഴെയായിട്ട് എടുത്ത് കയറ്റി വയ്ക്കും. അത് ഉപയോഗിക്കത്തില്ല. ആ പുതുമ പിന്നീട് ഇത് പഴയതെല്ലാം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞിട്ട് ഉപയോഗിക്കാൻ വേണ്ടി വെക്കും. അപ്പോൾ എന്ത് സംഭവിക്കും, കുറേ നാളുകൾ ഇരുന്ന് കഴിയുമ്പോൾ ഈ ചാണകം മെഴുകിയ തറ അല്ലെങ്കിൽ ഈ പേപ്പറിൻ്റെ ഒക്കെ ഉള്ളത് കൊണ്ട് ആ പേപ്പറിൻ്റെയൊക്കെ നിറം മങ്ങി തുടങ്ങുമ്പോൾ അതിൻ്റെയൊക്കെ മഷിയോ അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ആ നിറമും ആ പൊടിയും മണവും ഒക്കെ ഇതിന് വന്ന് ഭവിക്കും. അതിന് ശേഷമേ ഇവരത് ഉപയോഗിക്കുകയുള്ളൂ. ഇവർക്ക് പുതിയത് ഉപയോഗിച്ച് ശീലമില്ല എന്ന് പറഞ്ഞിട വന്നു. നമ്മളിൽ പലർക്കും ഇതുപോലെയാണ്. നമുക്ക് പുതിയത് ഇടുന്നതിനോട് താല്പര്യമില്ല. എത്ര വ്യത്യാസം ഉണ്ടാക്കുന്നത് അവസ്ഥയാണെങ്കിലും നമുക്ക് പുതിയതിന് ധരിക്കുന്നതിന് വലിയ താല്പര്യമില്ല. പഴമയെ നീക്കാൻ വലിയ ഇഷ്ടമുള്ള ഒരു വ്യക്തികളൊക്കെയാണ് നമ്മൾ മനുഷ്യർ. എന്നാൽ ഒരു ക്രിസ്തീയ വിശ്വാസിയാകുന്ന ഒരു ക്രിസ്തുവിനെ സ്വീകരിക്കുന്ന ക്രിസ്തുവിനിൽ വീണ്ടും ജനനം പ്രാപിക്കുന്ന ഒരുവൻ അവനോട് ദൈവത്തിൻ്റെ ആത്മാവ് ഇങ്ങനെ പറയുന്നു, പുതുക്കം പ്രാപിച്ച് സത്യത്തിൻ്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ. എങ്ങനെ സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെയാ? ദൈവാനുരൂപമായ പുതുമനുഷ്യനെ. അതെങ്ങനെ? സത്യത്തിൻ്റെ ഫലമായി നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായ സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ ധരിക്കുക. നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത് വെറുതെ ഒരു പുട്ടോണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മളോട് ഒരു പുതിയ ഷർട്ട് എടുത്തിട്ടോളം പറഞ്ഞതുപോലെ എടുത്തിടാനല്ല പറഞ്ഞിരിക്കുന്നത്. അതിനെ നമ്മളിൽ അയക്കപ്പെടുന്ന ആ ഒരു പുതിയ മനുഷ്യനെ അല്ലെങ്കിൽ ഒരു പുതിയ സൃഷ്ടിയാക്കുന്നത്, നമ്മളൊരു പുതുമ നൽകുന്നത് ദൈവത്തിൻ്റെ നീതിയിലും തൻ്റെ വിശുദ്ധിയിലും നമ്മൾ സൃഷ്ടിക്കപ്പെട്ട സത്യത്തിലുമുള്ള ഒരു പുതിയ ഒരു സൃഷ്ടിയെയാണ് നമ്മളിലേക്ക് ദൈവം അയക്കുവാനിട വരുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ടാ വലിയ വ്യത്യാസങ്ങൾ പിന്നീട് ഉണ്ടാകുന്നത്. പാപത്തെ തിരിച്ചറിയുവാൻ നമുക്ക് അതിനുശേഷം സാധിക്കുന്നതിന് കാരണം എന്താ? നമ്മളിൽ ദൈവാനുരൂപമായ ഒരു പുതിയ മനുഷ്യനെ നമ്മളിലേക്ക് തരുവാൻ ഇട വന്നു. നമ്മുടെ ചിലരുടെയൊക്കെ ജീവിത രീതികൾ മാറുന്നതിന് കാരണം എന്താ? സ്വഭാവ രീതികൾ മാറുന്നതിന് കാരണം എന്താ? അല്ലെങ്കിൽ വസ്ത്രധാരണത്തിൻ്റെ രീതി പോലും മാറുന്നതിന് കാരണം എന്താ എന്ന് ചോദിച്ചാൽ, നീതിയിലും ദൈവനീതിയിലും ദൈവത്തിൻ്റെ സത്യത്തിലും ദൈവത്തിൻ്റെ വിശുദ്ധിയിലും സൃഷ്ടിക്കപ്പെട്ട ദൈവാനുരൂപമായ ഒരു പുതിയ മനുഷ്യനെ നമുക്ക് ധരിക്കാൻ തന്നു. നമ്മൾ അത് ധരിക്കുവാൻ ഇടവന്നു എന്നുള്ളത് കൊണ്ടാണ്. കൊലോസ്യലേഖനം 3-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, തന്നെ സൃഷ്ടിച്ചവൻ്റെ പ്രതിമ പ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ എന്ന് പറയുകയാണ്. നമ്മൾ ധരിച്ചിരിക്കുന്നത്
ഒരു പരിജ്ഞാനത്തിൽ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ നമ്മെ സൃഷ്ടിച്ചവൻ്റെ പ്രതിമ പ്രകാരം ഉള്ള ഒരു പരിജ്ഞാനത്തിൻ്റെ പുതുക്കത്തിനായി ഹല്ലേലൂയ നമ്മൾ എന്ത് ചെയ്യപ്പെട്ടിരിക്കുക? നമ്മളിൽ ഒരു പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുക. അപ്പോൾ ഒരു ക്രിയേഷൻ ആവുക എന്ന് പറഞ്ഞാൽ, ന്യൂ ക്രിയേഷൻ, ഒരു പുതിയ സൃഷ്ടിയാകുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദൈവം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഒരു ഐഡന്റിറ്റി കാത്തു സൂക്ഷിക്കുക എന്നുള്ളതും കൂടിയാണ്. ദൈവത്തിനാൽ ജനിക്കപ്പെട്ടവർക്ക് നൽകപ്പെട്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ സ്വഭാവത്തിനും രൂപത്തിനും അവൻ്റെ സത്യത്തിനും നീതിക്കും വിശുദ്ധിക്കും അനുസരിച്ചുള്ള ഒരു ഐഡൻറ്റിറ്റിയാണ്. നമ്മുടെ ഉത്തരവാദിത്വം എന്നുള്ളത് ആ ഐഡൻറ്റിറ്റി കാക്കുക എന്നുള്ളതാണ്. അത് നമ്മെ കാണുന്നവൻ പറയണം, ഇവൻ യേശുവിനെ കൈക്കൊണ്ടവനാണ് എന്നുള്ളത്. ഇവൻ്റെ നമ്മളെ പേര് പറഞ്ഞ് അറിയിപ്പിക്കുന്നതിലും ഉണ്ടാകേണ്ടുന്നത് അവൻ ഇന്നയാളുടെ മകനാണെന്ന് പറയുമ്പോൾ, ദൈവത്തിൻ്റെ മകനാണെന്ന് പറയുമ്പോൾ ഹല്ലേലൂയ അതിൽ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ക്രിസ്തു നമ്മളിൽ ജനിപ്പാൻ ഇടയാകുകയാണ്. ഹല്ലേലൂയ. ക്രിസ്തുവിൻ്റെ അല്ലെങ്കിൽ ദൈവം നമ്മൾ ജനിപ്പാൻ ഇടവരികയാണ്. അവൻ്റെ ആത്മാവ് നമ്മൾ ജനിപ്പാൻ ഇടവരികയാണ്. അവൻ്റെ ശക്തി നമ്മളിൽ പ്രവഹിക്കുവാൻ ഇടയാകുകയാണ്. അവൻ്റെ വിശുദ്ധി നമ്മളിൽ പ്രവഹിക്കാൻ ഇടവരികയാണ്. അവൻ്റെ ആത്മാവിൻ്റെ തീ നമ്മളിൽ ശക്തമായി അത് മുന്നേറുവാൻ ഇടവരികയാണ്. ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ വായിച്ച വാക്യം ഒരിക്കൽ കൂടെ ഞാൻ എടുത്ത് വായിക്കുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല, അവൻ്റെ വിത്ത് അവനിൽ വസിക്കുന്നു, അവനിൽ നിന്ന് ജനിച്ചതിനാൽ അവന് പാപം ചെയ്യുവാൻ കഴിയില്ല. 1 യോഹന്നാൻ 3:9 നമ്മൾ വായിച്ച കുറിവാക്യം. ഹല്ലേലൂയ. ഞാൻ ഒന്നും കൂടി എടുത്തു പറയുകയാണ്. ക്രിസ്തുവിനാൽ ജനിക്കപ്പെടുന്ന ഒരുവൻ അല്ലെങ്കിൽ ഒരു പുതിയ സൃഷ്ടിക്ക് ഒരു പുതിയ സ്വഭാവം ഉണ്ടാകും. ആ സ്വഭാവം എന്നുള്ളത് ദൈവിക സ്വഭാവമായിരിക്കും ഉണ്ടാകുന്നത്, കർത്താവിൻ്റെ സ്വഭാവമായിരിക്കും ഉണ്ടാവുക. കാരണം അവനിൽ നൽകപ്പെട്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ ആ ശക്തിയാ, അല്ലെങ്കിൽ അവൻ ദൈവത്തിൻ്റെ കർത്താവിൻ്റെ വിത്തിനെ നമ്മളിൽ പാകിയിരിക്കുന്നുവെങ്കിൽ ആ വിത്ത് നമ്മളിൽ അത് ഫലം പുറപ്പെടുവിക്കുവാൻ ഇടയായി മാറും. ഹല്ലേലൂയ, സ്തോത്രം. രണ്ടാമതായി നമ്മൾ പറഞ്ഞു, ഒരു പുതിയ സൃഷ്ടിയാകുന്ന മനുഷ്യന് ഒരു പുതിയ ശക്തി കൂടെ ദൈവം നൽകുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവിനാൽ ദൈവം നമുക്കൊരു ശക്തി നൽകുന്നു. ആ ശക്തി എന്നുള്ളത് നമുക്ക് പാപത്തെ ചെറുത്തു നിൽക്കുവാൻ ഉള്ള ശക്തിയെ, പുതിയ താല്പര്യങ്ങൾ അല്ലെങ്കിൽ പഴയ വാഞ്ചയും താല്പര്യങ്ങളെയും വിട്ടുകൊണ്ട് പുതിയ താല്പര്യങ്ങളിലേക്ക് ദൈവം നമ്മളെ നടത്തുവാൻ ഇടവരിക. പാപത്തിൻ്റെ പിടിയിൽ നിന്ന് നമ്മെ വിടുവിക്കുവാൻ അല്ലെങ്കിൽ അതിൽ നിന്ന് മാറുവാനുള്ള ഒരു താല്പര്യവും ഒരു ശക്തിയും ദൈവത്തിൻ്റെ ശക്തി നമ്മളിൽ വ്യാപരിപ്പാൻ ഇടവരുന്നു. കർത്താവിൻ്റെ ജീവനോട് ചേർന്ന് നിൽക്കുവാനുള്ള ഹല്ലേലൂയ ഒരു പുതിയ ശക്തിയെ ദൈവം നമ്മളിൽ തരിക. ഒരു അനോയിന്റിങ്, ഒരു അഭിഷേകത്തെ ദൈവം നമ്മളിൽ മേൽ പകരുകയാണെന്ന് തന്നെ പറവാനിടയാകട്ടെ. മൂന്നാമതായി ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഒരു പുതിയ സൃഷ്ടിയാകുന്ന ഒരുവൻ, ഒരു ന്യൂ ക്രിയേഷൻ ആകുന്നവന് ഒരു പുതിയ ഐഡന്റിറ്റി ഉണ്ട്. ന്യൂ ഐഡന്റിറ്റി ഫോർ എ ന്യൂ ക്രിയേഷൻ എന്ന് പറഞ്ഞു. അത് ദൈവത്താൽ ജനിക്കപ്പെട്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ മകൻ, ദൈവത്തിൻ്റെ മകൾ എന്നുള്ളതാണ് അവൻ്റെ ഐഡന്റിറ്റി എന്നുള്ളത്. കർത്താവിനെ സ്വീകരിക്കുന്ന, യേശുവിനെ സ്വീകരിക്കുന്ന ഓരോരുത്തർക്കും ദൈവത്തിൻ്റെ മക്കളാകുവാൻ അവസരം നൽകപ്പെട്ടിരിക്കുന്നുവെന്ന് പറഞ്ഞ് നമ്മൾ വാക്യമായി വായിപ്പാൻ ഇടവന്നു. ഹല്ലേലൂയ. അത് ദൈവത്താൽ തന്നെ ജനിക്കുക, ദൈവത്തിൻ്റെ കയ്യൊപ്പോട് കൂടിയ ഒരു അംഗീകാരമായി നമുക്ക് ലഭിക്കുകയാണെങ്കിൽ, ഹല്ലേലൂയ, ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഞാൻ ഒന്ന് പറയുന്നു, അവനെ ധരിക്കുവാൻ ഇടയാകട്ടെ. ഹല്ലേലൂയ. അവൻ്റെ പ്രതിമ പ്രകാരം തന്നെ, അല്ലെങ്കിൽ അവനെ തന്നെ നമ്മുടെ ജീവിതത്തിൽ പ്രതിമയാക്കുവാൻ അല്ലെങ്കിൽ പ്രതിബിംബിക്കുവാൻ ഇടയാകട്ടെ. ഒരു പുതിയ സൃഷ്ടിയുടെ വലിയ താല്പര്യങ്ങളും വാഞ്ചയും രീതികളും നമ്മുടെ ഓരോരുത്തരുടെയും സ്വഭാവത്തിലും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലും വെളിപ്പെട്ട് വരുവാൻ ദൈവം നമ്മയൊക്കെ സഹായിക്കട്ടെ. നമ്മൾ ജീവിക്കുന്ന, ആർ യു ലിവിങ് ഔട്ട് ദ നേച്ചർ ഗോഡ് പ്ലേസ്ഡ് ഇൻ യു? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ജീവിക്കുന്നത് ദൈവം നമ്മളിൽ നൽകപ്പെട്ടിരിക്കുന്ന ദൈവത്തിൻ്റെ സ്വഭാവത്തിന് അനുസരിച്ചാണോ എന്നൊരു ചോദ്യം നമുക്ക് ചോദിക്കാൻ ഇടയാകട്ടെ. ഹല്ലേലൂയ. ഡു യു വാണ്ട് എ ഫ്രഷ് റിലീസ് ഓഫ് യുവർ ന്യൂ ക്രിയേഷൻ റിയാലിറ്റി? ഒരു പുതിയ സൃഷ്ടിയുടെ സ്വഭാവ രീതികളെ നമ്മളിൽ ഒരു റിലീസ് ഉണ്ടാകണം. നമ്മളിൽ നിന്നും അത് പ്രവഹിക്കണമെന്ന താല്പര്യം നമുക്കുണ്ടോ? ഒന്ന് ചോദിപ്പാൻ ഇടയാകട്ടെ. അല്ലെങ്കിൽ ആർ യു വാക്കിംഗ് ഇൻ ദ വിക്ടറി ആൻഡ് ഹോളിനെസ് ദാറ്റ് ഈസ് യുവർ ബർത്ത് റൈറ്റ് ഇൻ ക്രൈസ്റ്റ്? ക്രിസ്തുവിൽ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന അധികാരമായ ആ വിശുദ്ധിയിലും വിജയത്തിലും നമുക്ക് ജീവിപ്പാൻ സാധിക്കുന്നുണ്ടോ?
എന്നുള്ളത് നമുക്ക് നടക്കുവാനും ജീവിപ്പാനും സാധിക്കുന്നോ എന്നുള്ളത് നമ്മൾ നമ്മോട് തന്നെ ചോദിക്കേണ്ടുന്നൊരു ചോദ്യമാണ്. ഇന്ന് രാത്രിയിൽ നമ്മളെ ഹൃദയത്തെ ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായി തൊടുവാൻ ഇടയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. വി ആർ നോട്ട് ജസ്റ്റ് ഫോർഗിവൻ. നമുക്ക് ദൈവം ഒരു 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 പാപക്ഷമയുടെ അവസ്ഥ തന്നത് മാത്രമല്ല, നമ്മളെ വീണ്ടും ജനിപ്പിച്ചിരിക്കുക. വി ആർ റീക്രിയേറ്റഡ് ഓർ റീബോൺഡ്. വി ആർ ദ ഓഫ് സ്പ്രിംഗ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ സന്തതികളാണ് നമ്മൾ. അവൻ്റെ ശക്തിയെയും അവൻ്റെ സ്വഭാവത്തെയും അവൻ്റെ ഐഡൻറ്റിറ്റിയെയും വഹിക്കുന്നവരാണ് നമ്മൾ. അങ്ങനെയുള്ളവൻ ഒരു പുതിയ സൃഷ്ടിയാണ്. ഹല്ലേലൂയ. അങ്ങനെയുള്ള ഒരു വ്യക്തി പുതിയ സൃഷ്ടിയാണ്. പുതിയ സൃഷ്ടിയാകുന്നുവെങ്കിൽ ഈ പറയുന്നത് പോലെ കർത്താവേ, അങ്ങയുടെ ആത്മാവും അങ്ങയുടെ വചനവും കർത്താവേ ആ വിത്തും എന്നിൽ വസിപ്പാൻ ഇടയാകട്ടെ എന്നൊന്ന് പ്രാർത്ഥിക്കാൻ ഇടവരുമോ? രാത്രിയിൽ നമുക്കൊന്ന് നമ്മെ തന്നെ ഒന്ന് ദൈവകരങ്ങളിലേക്ക് നമുക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. നമുക്ക് ദൈവത്തോടൊന്ന് പറവാൻ ഇടവരട്ടെ. കർത്താവേ, ഞാൻ അങ്ങിൽ ജനിപ്പാൻ ഇടയാകേണ്ടതിനും കർത്താവേ, അങ്ങയുടെ ആ ക്വാളിറ്റി ഞാൻ എന്നിൽ കർത്താവേ എനിക്കത് പ്രദർശിപ്പിക്കുവാൻ ഉള്ള ഒരു കൃപ എനിക്ക് തരണമെന്ന് പ്രാർത്ഥിപ്പാൻ ഇടയാകുമോ? ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. അങ്ങയുടെ സ്വഭാവവും അങ്ങയുടെ രീതിയും കർത്താവേ, അങ്ങയുടെ ശക്തിയും കർത്താവേ, അങ്ങയുടെ ഐഡന്റിറ്റിയും എന്നിലൊന്ന് വെളിപ്പെടുന്നത് കർത്താവെ അനുഭവിപ്പാൻ എന്നെ ഒന്ന് സഹായിക്കണമേ. ദൈവത്തോടൊന്ന് പറവാൻ സാധിക്കുമോ? ഇന്ന് രാത്രി ദൈവകരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഒരല്പസമയം ദൈവകരത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. എൻ്റെ കർത്താവേ, ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് വരികയാണപ്പാ. കർത്താവേ, എന്നെ അങ്ങയുടെ സന്നിധിയിലേക്ക് തരുന്നു കർത്താവേ എന്ന് പറയുവാൻ എത്ര പേർക്ക് ഇന്ന് രാത്രിയിൽ കഴിയുന്നുണ്ട്? ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ഒരു പുതിയ സൃഷ്ടിയായി കർത്താവേ എന്നെ അങ്ങ് മാറ്റണമേ എന്ന് ഇന്ന് ദൈവത്തോട് പറയുവാനായിട്ട് താല്പര്യപ്പെടുന്ന എത്ര പേരുണ്ട്? കർത്താവേ, ഞാൻ എടുത്ത തീരുമാനങ്ങൾ പലതും കർത്താവേ ഞാൻ മറന്നു, അല്ലെങ്കിൽ കർത്താവ് അതിൽ നിന്നൊക്കെയും ഞാൻ വേറിട്ട് സഞ്ചരിച്ചു, എനിക്ക് മടങ്ങി വരണം കർത്താവേ എന്ന് പറയുവാൻ താല്പര്യമുള്ള ദൈവവചനം ഉണ്ടോ? ഇന്ന് ദൈവത്തിൻ്റെ കരങ്ങളിൽ ആ കർത്താവിൻ്റെ കരത്തിലേക്ക് നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാമെങ്കിൽ കർത്താവിന് ഇന്ന് നിങ്ങളെ മാറ്റുവാൻ കഴിയും. ഹല്ലേലൂയ. തൻ്റെ ശക്തി നമ്മളിൽ പ്രവഹിപ്പാൻ ഇടയാകട്ടെ. തൻ്റെ ഐഡന്റിറ്റി നമ്മളിലൂടെ പ്രദർശിപ്പിക്കപ്പെടുവാൻ ഇടയാകട്ടെ. തൻ്റെ സ്വഭാവ രീതികൾ നമ്മളിലൂടെ ലോകം കാണുവാൻ ഇടയാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ നല്ല കർത്താവേ, ഞങ്ങളുടെ സന്നിധിയിലേക്ക് അടിയങ്ങൾ കടന്നു വരുന്നു. എൻ്റെ കർത്താവേ, ഞങ്ങളുടെ സന്നിധിയിൽ അല്പസമയം വചനവുമായി നിൽപ്പാൻ എൻ്റെ കർത്താവ് നൽകിയ നല്ല അവസരത്തിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങളോട് സംസാരിച്ച ദൈവിക ശബ്ദത്തെ ഞങ്ങൾക്ക് കൈക്കൊള്ളുവാൻ സ്വർഗം ഞങ്ങളെ സഹായിച്ചതിന് നന്ദി കർത്താവേ. എൻ്റെ ഹൃദയത്തിൽ കർത്താവേ അത് ഏറ്റെടുപ്പാൻ ഞങ്ങളെയൊക്കെയും അങ്ങ് സഹായിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ വചനം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ആഴത്തിൽ ക്രിയ ചെയ്യട്ടെ. കർത്താവ് പുതിയ സൃഷ്ടിയാക്കി ഞങ്ങൾ ഓരോരുത്തരും മാറ്റിയ കർത്താവ് ദൈവസ്നേഹത്തിന് അനുസരിച്ച് നടക്കുവാൻ ദൈവം ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദൈവമേ, ഒരു കർത്താവേ, ദൈവികമായ ഒരു ഇടപെടൽ ഞങ്ങളുടെ ജീവിതങ്ങളിൽ ഈ ദിവസങ്ങളിൽ ഉണ്ടാകുവാൻ സ്വർഗം സഹായിക്കണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവേ, ദൈവമേ, വചനം കേൾക്കുന്ന ഓരോരുത്തർക്കും എൻ്റെ അപ്പാ ഇത് ദൈവമേ ഒരു വിടുതലിനും കർത്താവേ ഒരു രൂപാന്തരത്തിനും അത് കാരണമായി ഭവിപ്പാൻ ഇടയാകട്ടെ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ പ്രവർത്തനത്തെ പ്രാർത്ഥനാധ്വനിയുടെ എല്ലാ പ്രവർത്തനങ്ങളെയും അങ്ങ് മാനിക്കണമേ, അനുഗ്രഹിക്കണമേ. കർത്താവ്, ഇതിലൂടെ വചനം സംസാരിക്കുന്ന ഓരോ ദൈവദാസന്മാരെയും അങ്ങ് ശക്തീകരിക്കണമേ, ഉപയോഗിക്കണമേ. കർത്താവ് അനുഗ്രഹിച്ച് വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞൊരു മാസം കർത്താവ് ഞങ്ങൾക്ക് കർത്താവെ പുതിയ സൃഷ്ടി എന്നുള്ള സബ്ജക്റ്റ് കർത്താവെ ആധാരമാക്കി കർത്താവെ ഞങ്ങൾക്ക് ചിന്തിപ്പാൻ സ്വർഗം തന്ന നല്ല അവസരത്തിന് സ്തോത്രം. ഈ വചനവുമായി സംസാരിച്ച ഓരോ ദൈവദാസന്മാരെയും അങ്ങ് അനുഗ്രഹിച്ചാട്ടെ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവെ, രാത്രിയിൽ കർത്താവെ അങ്ങയുടെ സാന്നിധ്യവും കൃപയും ഞങ്ങളോട് ഒപ്പം ഇരിക്കണമേ. ദൈവിക പരിപാലനവും കാവലും ഞങ്ങൾക്ക് തുണയായി ഇരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഈ പ്രവർത്തനത്തിൻ്റെ എല്ലാ ഭാരവാഹികളെയും കർത്താവ് അനുഗ്രഹിച്ചാട്ടെ. കർത്താവ് അവസരം കർത്താവ് തന്ന ദൈവദാസന്മാർക്കൊക്കെയും കർത്താവെ അങ്ങ് വീണ്ടും അനുഗ്രഹം നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ നാമത്താൽ ഓരോ കുടുംബങ്ങളും വ്യക്തികളും അനുഗ്രഹമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവനാമത്തിന് ഏറ്റവും ഉയർച്ചയുണ്ടാകുവാൻ സ്വർഗം സഹായിക്കണമേ. അടിയങ്ങളെ വീണ്ടും സമർപ്പിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ജീവിതങ്ങളിലൂടെ കർത്താവെ അങ്ങ് സംസാരിപ്പാൻ ഇടയാകണമേ എന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങ് എടുത്ത് ഉപയോഗിക്കുമാറാകണമെന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവനാമത്തിൽ ചോദിക്കുന്ന പ്രാർത്ഥന കേട്ട് സ്വർഗം ഉത്തരമരുളുമാറാകണമേ. ആമേൻ. ഹല്ലേലൂയ.
ഈ പ്രാർത്ഥനാധുനി എന്ന പേജിലൂടെ ദൈവവചനം സംസാരിപ്പാൻ സ്വർഗ്ഗത്തിലെ ദൈവം തന്ന നല്ല അവസരത്തിന് ഞാൻ നന്ദി അറിയിക്കുന്നു. വീണ്ടും ഒരിക്കൽ കൂടെ ഇതിൻ്റെ പ്രവർത്തകരായ പാസ്റ്റർ ബെൻസ് ഡാനിയൽ അങ്കിള്, തൻ്റെ കുടുംബം, അതോടൊപ്പം തന്നെ തന്നോട് തോൾ ചേർന്ന് നിന്ന് ഈ പ്രവർത്തനങ്ങളിലൊക്കെയും സഹകരിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും ദാസിമാർക്കും ഒക്കെ ഉള്ള നന്ദി അറിയിക്കുന്ന ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.